അവള് നാളെ പ്രസവിച്ചാലും പ്രസവിക്കും, പറയാൻ പറ്റത്തില്ല. അയ്യോ, അരങ്ങഴിഞ്ഞ കുറെ പെണ്ണുങ്ങള്. പെസ്മിന കേസിൽ ഇനിയൊരു ക്ലാരിറ്റിയുടെ ആവശ്യം ആർക്കും ഇല്ലല്ലോ. പെസ്മിന എന്ന് പറയണത് വെറും വെറും ഊത്ത സാധനമാണെന്ന് തെളിഞ്ഞില്ലേ? ഞാനിത് തന്നെയല്ലേ പറഞ്ഞത്. നല്ല ഫസ്റ്റ് ക്ലാസ് കോർപ്പറേറ്റ് പ്രോസ് ആണ് ആ പെണ്ണ്, കോർപ്പറേറ്റ് പ്രോസ്. അതിന്റെ ഉമ്മായും അതിന്റെ സഹോദരങ്ങളും അതിനെ വിറ്റ് തിന്നുന്നതുങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വൾഗാരിറ്റി ആ പെണ്ണ് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് വിലക്കാതെ അതിനെ വിളിച്ച് വീട്ടിൽ നിർത്താതെ ഈ കൂത്തിന് അതിനെ അഴിച്ചു വിട്ടിരിക്കുന്നത്. ഭർത്താവ് പിണങ്ങി പോകുന്നോ, ഭർത്താവിന് അവിഹിതം ഉണ്ടാകുന്നോ, അല്ല അവക്ക് അവിഹിതം ഉണ്ടാകുന്നൊന്നും പുതിയ കാര്യമല്ല. അതൊക്കെ പബ്ലിക്കിലിട്ട് അതിൽ കൂടെ ഒരു വരുമാനം ഉണ്ടാക്കി അത് വെച്ച് തിന്നാമെന്ന് അവൾ സ്വപ്നം കണ്ടെടുത്ത് അവൾ എക്സ്പോസ് ആയി. അവൾ ലോകത്തുള്ളവരെ മുഴുക്ക അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ വന്നതാ. സ്വയം എക്സ്പോസ് ആയി ദേ അവിടെ പോയി ഉണ്ടൊഴുങ്ങി ഇരിപ്പുണ്ട്. നാണം കെട്ടുള്ളൂ എടി, പോയി. ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ? അതാണിപ്പം നടന്നിട്ടുള്ളത് കേട്ടാ. സംശയമുള്ളവർ അനന്തുവിന്റെ വീഡിയോ കണ്ടാൽ അത് കൃത്യമായിട്ട് അനന്തു അത് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 days ബിഫോർ ഉള്ള വീഡിയോ ആണേ. അതിനകത്ത് കൃത്യമായിട്ട് ആ പയ്യൻ A to Z ക്ലാരിറ്റിയോടുകൂടി കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വാട്സപ്പിൽ വരുന്ന അപരാധം എടുത്തു വെച്ചല്ല അവൻ പറഞ്ഞിട്ടുള്ളത്. അവൻ അതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് അവളടുത്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അനന്തു ഫെസ്മിനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നിയിരുന്നു. എന്താ ഈ കുട്ടിക്ക് മനസ്സിലാവാത്തേ എന്നുള്ളത്. ചിലപ്പം നമ്മൾ പറയണ പിടി കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. പക്ഷെ ആ പോയിന്റിലേക്ക് വന്നപ്പം ഭയങ്കര സമാധാനം, ഭയങ്കര ഒരു സന്തോഷമാണ് ഫീൽ ചെയ്തത്. മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏത് പാട്ടാണെങ്കിലും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ആത്യന്തികമായ ഒരു കാര്യം, നമുക്കൊരു പക്ഷം ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു പക്ഷത്ത് നിൽക്കാൻ പാടില്ല. തെറ്റിനെ നമ്മൾ അംഗീകരിക്കാനോ ശരിവെക്കാനോ പാടില്ല. പക്ഷവാദം നമുക്ക് പാടില്ല. നമ്മൾ അത് കണ്ടാൽ റിയാക്ട് ചെയ്യും. ദ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തവരും നമുക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമുള്ളവരും ഉണ്ടാകാം. അപ്പൊ രണ്ടുപേരുടെയും മാനറിസവും രണ്ടുപേരുടെയും തോട്ട് പ്രോസസ്സും നമ്മൾ ചിന്താധാരയിലേക്ക് വന്നാലേ ഒരു പെർഫോമർ എന്ന നിലയിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യത്തിൽ അനന്തു വെല്ലി. അതുകൊണ്ടാണ് അനന്തുവിന് ആക്സെപ്റ്റൻസ് ഉള്ളത്. അവൻ നിലനിൽക്കുക. അവനെന്താണ് ആരും അരിയണമെന്ന് വിളിക്കാത്തത്? അവനെന്താണ് ആരും അവനെ ഇൻസൾട്ട് ചെയ്യാത്തത്? നീ എനിക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് ആ ചെറുക്കൻ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അതാണ് ക്ലാരിറ്റിയോട് കൃത്യമായിട്ട് അവൻ ആ വിഷയം കൊണ്ടുവന്നിരുന്നത്. അപരാധം പറയുന്ന ചാനലല്ല എന്നുള്ളത്. ഞാൻ അവനെ പുകഴ്ത്തുന്നതല്ല കേട്ടോ. ഇപ്പം അതും പറഞ്ഞുകൊണ്ട് വരണ്ട, അയ്യോ ഇതാ അവനെ പുകഴ്ത്തിപ്പോകുന്നത്. നല്ലത് കണ്ടാൽ നമ്മൾ പറയും, അത് ആരായിരുന്നാലും. ഞാൻ അവന് മുട്ട് ലഹളയാണേ, അത് വേറെ കേസാണേ. ഞാൻ കുറേ നേരം ഒരു 5 പ്രാവശ്യം ചിന്നത്ത പറ്റി ഒരു കമൻ്റ് ഇട്ടു. ബട്ട് അത് ഷോ ആവുന്നില്ല. ചിന്നത്തായ എനിക്കറിയത്തില്ല. എന്താ ചേച്ചി, ഫസ്മിന ഇഷ്യൂ ഒരു കൺക്ലൂഷൻ വീഡിയോ ഇടാമോ? ഞാനിത് കഴിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടേക്കാം കേട്ടോ.